അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാ മിഠായിയുടെയാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തേങ്ങാ മിഠായിയാണ്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇതിന്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. തേങ്ങാ മിഠായി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു തേങ്ങ ചിരകിയത് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ അളവിലാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു അച്ച് ശർക്കര വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ശർക്കരയാണ്. ചെറിയ ശർക്കരയാണെന്നുണ്ടെങ്കിൽ 2 അച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ശർക്കരയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ട് ശർക്കരയൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ശർക്കര നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലൂടെ അതൊന്ന് അരിച്ചെടുക്കണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് ഈ പാനിലേക്ക് തന്നെ വീണ്ടും ഒഴിക്കാം. ശർക്കരപ്പാനിയൊക്കെ ഞാനിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വീണ്ടും ഈ പാനിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലങ്ങനെ കരടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ നമ്മൾ അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കരപ്പാനിയൊക്കെ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 4 ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൊലി മാറ്റിയിട്ട് കുരു മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഏലക്കായപ്പൊടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇത് ചെറുതായിട്ട് ഈ ശർക്കരപ്പാനി ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാട് വറ്റിക്കണ്ട, ചെറുതായിട്ട്. ശർക്കരപ്പാനിയൊക്കെ ഇതാ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഈ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ച് തേങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലായിട്ട് വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ തേങ്ങയിൽ നിന്നുള്ള വെള്ളം ഒന്ന് വരും. ആ തേങ്ങയിലുള്ള വെള്ളം അതുപോലെ ഈ ശർക്കരയൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 3-4 മിനിറ്റ് മതിയാവും. ഇപ്പോൾ നമ്മുടെ തേങ്ങയും ശർക്കരയൊക്കെ നന്നായിട്ട് വറ്റിയിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പശുനെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഈ തേങ്ങയും ശർക്കരയൊക്കെ നന്നായിട്ടൊന്നാണ്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. മൈദ ഞാനൊരു 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിലായിട്ട് വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ മൈദ കട്ട പിടിച്ച് പോവും. അപ്പോൾ ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മൈദയും ശർക്കരയും അതുപോലെ തേങ്ങ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിലായിട്ട് തന്നെ വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മൈദ കട്ട പിടിച്ച് പോകും. ഇതുപോലെ ഇങ്ങനെ ആവില്ല. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാ മിഠായിയുടെ ഈ കൂട്ടുകാർ റെഡിയായി വന്നിട്ടുണ്ട്. ഒരുപാട് നേരം ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കണ്ട, ഒരു 5-6 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കട്ടിയായി പോവും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. നമ്മളെ കയ്യിൽ ഷേപ്പാക്കാൻ പറ്റുന്ന എന്താ ഉള്ളത് അതുപോലെ ആക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബോളാക്കി എടുത്താൽ മതി. ചെറിയ ബോളോ വലിയ ബോളോ ഒക്കെ ആക്കിയെടുക്കാം. ചെറിയ ചൂടിൽ തന്നെ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഉറച്ചു പോവും, കുറച്ചൊന്ന് ഉറച്ചു പോവും. അപ്പോൾ നമ്മളൊന്ന് ചെറിയ ചൂടിൽ തന്നെ ഷേപ്പാക്കി എടുക്കുക, ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പ്ലേറ്റിലൊന്ന് നന്നായിട്ട് പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ മേടിക്കുന്ന അതിൻ്റെ ഉള്ളിലുള്ള ഒരു ബോക്സ് ഉണ്ടാവുമല്ലോ, അതിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൽ വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതുപോലത്തെ ഷേപ്പായിട്ട് കിട്ടും. ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ആ ഷേപ്പിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളത് കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ചൂടിൽ തന്നെ ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങാ മിഠായി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു തേങ്ങാ മിഠായിയാണിത്. എൻ്റെ ഉമ്മ ഉണ്ടാക്കി തരുന്ന തേങ്ങാ മിഠായിയാണ്. ഉമ്മാൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് ഒരാഴ്ച വരെയൊക്കെ കേടാവാതിരിക്കും. ഒരു ബോക്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് ഇഷ്ടമുള്ള മോഡലിൽ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുത്ത് അതേ ബോക്സിൽ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങാ മിഠായി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.